ആബാഉഹും അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് ചെയ്യപ്പെട്ടത് മൗസൂലയായിട്ട് അല്ലദീ ഉൻദിറ ആബാഉഹും മുൻഗാമികൾക്ക് എന്താണോ താക്കീത് ചെയ്യപ്പെട്ടത് അത് താക്കീത് ചെയ്യാനാണ് നബിയെ നിങ്ങൾ അയച്ചത്. ഫഹും ഗാഫിലൂൻ താക്കീതൊക്കെ മുൻഗാമികൾക്ക് വന്നു പോയിട്ടുണ്ട്, പക്ഷേ ഫഹും ഗാഫിലൂൻ അവർ അശ്രദ്ധയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അവർക്ക് രണ്ടാമതൊന്ന് പുതുക്കി കൊടുക്കാനാണ് നബിയെ അങ്ങേ ഞാൻ അയക്കുന്നത് റസൂലുള്ളാഹി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരർത്ഥം അതാണ്. ലിതുൻദിറ ഖൗമൻ ഒരു സമൂഹത്തിന് താക്കീത് കൊടുക്കാൻ മാ ഉൻദിറ ആബാഉഹും മാ മസ്ദരിയ എന്ന് പറയും. അതായത് ഇൻദാറ ആബാഇഹിം മുൻഗാമികൾക്ക് നൽകപ്പെട്ട അതേ താക്കീത് ഈ സമൂഹത്തിന് കൊടുക്കാൻ ആശയക്കൊന്നെ ആ മാ എന്നൊരൊറ്റ പ്രയോഗമാണ്. മാ എന്ന് പറഞ്ഞാൽ മാഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ലേ പറയാ നമ്മുടെ കൊളോക്കിയൽ ഉണ്ടോ അല്ലേ? ഷായിഫി മാഫി ചായ ഒന്നും ഇവിടെ ഇല്ല മാഫി. ഈ മാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന പ്രയോഗം വരും. പക്ഷെ അത് ഇവിടെ ഈ ആയത്തിൽ അത് പ്രബലമായ അഭിപ്രായത്തിൽപ്പെട്ടതല്ല. ആശയുണ്ട് അങ്ങനെ. ലിതുൻദിറ ഖൗമൻ മൂന്നാമത്തേത് ലിതുൻദിറ ഖൗമൻ ഒരു സമൂഹത്തിന് താക്കീത് കൊടുക്കാൻ മാ ഉൻദിറ ആബാഉഹും അവരുടെ പിതാക്കന്മാരിലേക്ക് ഒരു താക്കീതുകാർ നൽകപ്പെട്ടിരുന്നില്ല. അവരുടെ മുൻഗാമികൾക്ക് താക്കീത് നൽകപ്പെട്ടിരുന്നില്ല. അവർക്ക് താക്കീത് കൊടുക്കാൻ ആ ആശയം തന്നെ അവിടെ ചെറിയൊരു പ്രശ്നം വരും. മുൻഗാമികൾക്ക് താക്കീത് കൊടുത്തിട്ടില്ല, അപ്പൊ ഇപ്പോഴുള്ളവർക്ക് താക്കീത് കൊടുക്കാനോ? അവർക്കല്ലേ താക്കീത് കൊടുക്കേണ്ടത്, അവര് പോയി കഴിഞ്ഞില്ലേ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വമാ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരയച്ചു അല്ലാഹു തആല. ആ ഒരു ആയത്ത് നിലനിൽക്കെ മുൻഗാമികൾക്ക് താക്കീതുകാര് വന്നിട്ടില്ല എന്ന ആശയം വെക്കുമ്പോൾ ആ ആയത്തിനോടൊരു പൊരുത്തക്കേട് വരും. അതുകൊണ്ടാണ് മുഫസ്സിരീങ്ങൾ ലിതുൻദിറ ഖൗമൻ ഒരു സമൂഹത്തിന് താക്കീത് കൊടുക്കാൻ മാ ഉൻദിറ ആബാഉഹും അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് ചെയ്യപ്പെട്ടത് തന്നെ അത് തന്നെ ഇവർക്കും കൊടുക്കണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ് മക്കയിൽ കഴിഞ്ഞു പോയ നബി. അവർക്ക് മുമ്പുണ്ട് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അമ്പിയാക്കന്മാർ ഒരുപാട്. അറബികൾ യാത്രക്കാരാണ്. അതുകൊണ്ട് ബത്ലഹേമിൽ ജെറൂസലേമിൽ വന്ന അമ്പിയാക്കന്മാർ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, അതിന് മുമ്പ് വന്ന അമ്പിയാക്കന്മാരൊക്കെ യൂസുഫ് നബിയും ദാവൂദ് നബി അലൈഹിസ്സലാമും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമിന്റെയും ഈ ദഅവത്തൊക്കെ മക്കക്കാർക്ക് അറിയും. അവര് യാത്ര ചെയ്യുന്നവരാണ്. അവര് ഒരിടത്ത് ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരായിരുന്നില്ല മക്കക്കാർ. മക്കയും മദീനക്കാരും കച്ചവടക്കാർ നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു നബിയായിട്ട് ഒരാൾ മക്കയിലേക്ക് പിന്നെ വന്നോ? ഇല്ല. പക്ഷെ മെസ്സേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, നിരന്തരമായ താക്കീത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫഹും ഗാഫിലൂൻ ദേ ആർ ഹീഡ്ലെസ്. അവര് ഒരു ബോധമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്, ഗഫലത്തിലാണ്. അലി റളിയല്ലാഹു തആല പറഞ്ഞു നമ്മളൊക്കെ ഗഫലത്തിലാണ്, ഉറങ്ങാണ്. മരണം വരുമ്പോൾ എഴുന്നേൽക്കും, അതുവരെ നമ്മളൊക്കെ ഉറങ്ങാണ്. ഇപ്പോഴൊക്കെ ഉറങ്ങാണ്. ഞാൻ എത്ര ഉണർന്നിരിക്കുകയെന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സുകൊണ്ട് ഉറങ്ങുകയാണ്, കണ്ണുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുകയാണ്. വലിയ സീരിയസ്നെസ് ഒന്നും മനസ്സിലായിട്ടില്ല. ഇപ്പം മരിക്കുകയാണ്, 10 മിനിറ്റ് നിങ്ങൾക്ക് തികയില്ല, റൂഹിനെ പിടിക്കാൻ പോവാണ്. ഡോക്ടർമാർ പറയാ യാ അല്ലാഹ് ഇത് അങ്ങ് എത്തിക്കഴിഞ്ഞല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോൾ ഇതാ കൊണ്ടൊന്ന് നന്നായി ഇപ്പം ഇങ്ങോട്ട് എത്തിച്ചത്, അരമണിക്കൂർ കഴിഞ്ഞ ആൾ കണ്ണ് ചിമ്മുന്നു. ആ നേരത്ത് തോന്നുന്നൊരു ഉണർവുണ്ട്, അതാണ് ഗഫലത്ത് വിട്ട ഉണർവ്. അതൊന്നും നമുക്കിപ്പോൾ കിട്ടൂല. ഇനി എത്ര വേള പറഞ്ഞാലും കാര്യമില്ല, നമുക്കത് ഫീൽ ചെയ്യൂല. മരണം വരുമ്പോൾ നമ്മൾ ഉണരും, അതുവരെ നമ്മൾ ഉറങ്ങാണെന്ന് ഗഫലത്തിലാണ്. അലി റളിയല്ലാഹു തആല വളരെ അത്ഭുതകരമായ വാക്കാണ്. അതുവരെ നമ്മൾ ഉറങ്ങാണ്, അതുവരെ നമുക്ക് ഇങ്ങനെ ഒരു അശ്രദ്ധ അങ്ങനെ പോകുന്നുണ്ട്. ആ കുഴപ്പമില്ല. പക്ഷേ നമ്മളൊന്ന് ഉണർന്നിട്ടുണ്ടോ? മനസ്സുകൊണ്ടൊന്ന് റെഡിയായോ? ഇല്ല. അങ്ങനെ ഉറങ്ങാണ് ജനങ്ങൾ, അശ്രദ്ധയിലാണ്. അല്ലാഹു തആല ബോധം നമുക്ക് എപ്പോഴും നല്ല ഉണർവ് നൽകുമാറാകട്ടെ. ഹൃദയത്തിനൊരു ഉണർവ് വരണം, എപ്പോഴും ഒരു ബോധത്തിൽ ഇങ്ങനെ ജീവിക്കണം. അത് നഷ്ടപ്പെടും. അത് ഓർമ്മിപ്പിക്കലാണ് പ്രവാചകന്മാരുടെ ദൗത്യം, അത് ഓർമ്മിപ്പിക്കലാണ് ഖുർആന്റെ ദൗത്യം, അത് ഓർമ്മിപ്പിക്കലാണ് ഉലമാഇന്റെ ദൗത്യം, അത് ഓർമ്മിപ്പിക്കലാണ് ദുആത്തിന്റെ ദൗത്യം. അതാണ് പ്രബോധകന്മാർ ചെയ്യുന്നത്. لتنذر قوما ما أنذر آباؤهم فهم غافلون.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബിയെ നിങ്ങൾ താക്കീത് ചെയ്യണം എന്ന് പറഞ്ഞ പ്രയോഗം അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലം വരെ നബി തങ്ങളോടുള്ള ഖിതാബാണ്. തങ്ങളുടെ വഫാത്തിന് ശേഷം ആ ഖിതാബ് മുസ്ലിമീങ്ങളിലേക്ക് കൂടെ ബാധിക്കും. ലിതുൻദിറ, നിങ്ങളെ താക്കീത് ചെയ്യണം. നിങ്ങളുടെ റസൂൽ എന്താണോ നിങ്ങളെ ഏൽപ്പിച്ചത് അത് നിങ്ങൾ സമൂഹത്തിന് താക്കീത് ചെയ്യണം. പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുക്കുന്ന അവരുടെ അനന്തരാവകാശികളാണ്. വാപ്പ മരിച്ചാൽ സ്വത്ത് ഇരിക്കാണെന്ന് പറഞ്ഞ് മക്കൾ ഓടി വരുന്ന പോലെ ഒരു പ്രവാചകൻ മരിച്ചാൽ, വഫാത്തായി കഴിഞ്ഞാൽ ആ നബിയുടെ സ്വത്ത് ഇൽമാണ്. ഇൽമ് ഏറ്റെടുക്കുന്നത് ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് നബി തങ്ങളോട് താക്കീത് ചെയ്യണം എന്ന് പറഞ്ഞ വിഷയം ലോകാവസാനം വരെ ദീനിന്റെ ആലിമീങ്ങൾ താക്കീത് ചെയ്യേണ്ടവരാണ്. അവരത് ചെയ്യണം. ആ ആയത്തിന് ഇപ്പോഴും ആശയമുണ്ടല്ലോ. ലിതുൻദിറ വമൻ അതാഹുൽ ഖുർആനു ഫകഅന്നമാ റആ മുഹമ്മദാ സ്വല്ലല്ലാഹു. ആർക്കെങ്കിലും ഖുർആൻ കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യമുണ്ടായാൽ അവർ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ണുകൊണ്ട് കണ്ടതിന് തുല്യമാണത്. പറയല്ലേ, റസൂലുള്ളാഹിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഖുർആൻ കണ്ടോ? ഖുർആൻ നമ്മൾ കണ്ടോ? നബി തങ്ങളെ കണ്ടതിന് തുല്യമാണ്. ഫകഅന്നമാ റആ മുഹമ്മദ, നബി തങ്ങളെ കണ്ടു എന്നതിനർത്ഥം. എന്താണ്? ഖുർആൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പ്രവാചകന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നാണ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹുവിന്റെ ദഅവത്ത് ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നബിയുടെ ദൗത്യമാണ് ഖുർആൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താക്കീത് ചെയ്യണം. മനുഷ്യന്മാരെ ഏറ്റവും ഇന്നിപ്പോ ഈ സോഷ്യോ സൈക്കോളജിസ്റ്റുകളൊക്കെ പഠിക്കുന്ന വിഷയം, ഒരു സമൂഹത്തിന് എപ്പോഴും സമൂഹത്തെ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്ന രണ്ട് വിഷയങ്ങളാണ്. നമുക്കൊരു ആവേശം കിട്ടണമെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യണം? റിവാർഡ്, അവിടെ ഒരു പ്രതിഫലം പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ ഒരു താക്കീത് വേണം. ഇത് രണ്ടുമാണ് മനുഷ്യരെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുള്ളൂ. ഇത് രണ്ടും അല്ലാതെ ഒന്നും സമൂഹത്തിന് ഭരിക്കൂല എന്നാണ് നമ്മൾ പറയാം. റോഡ് ആക്സിഡന്റുകളെ സംബന്ധിച്ചൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുക. ഇക്കോട്ടെ ആൾക്കാരൊക്കെ വന്നു, കുറേ ഡ്രൈവർമാരൊക്കെ വന്നിരുന്നു. പിന്നെ നിങ്ങൾ ഓവർ സ്പീഡ് പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോണത്. അതുകൊണ്ട് പൊന്നു ചങ്ങാതിമാരെ വണ്ടി ഓവർ സ്പീഡ് ഓടിക്കല്ലേ. പിന്നെ നിങ്ങൾ ടയറൊക്കെ നോക്കണം കേട്ടോ. പിന്നെ റോഡ് സേഫ്റ്റി ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്നായിക്കോട്ടെ സലാം പറഞ്ഞ് പിരിയല്ലേ, എല്ലാവരും പിരിഞ്ഞു. ഇതുകൊണ്ടൊന്നും റോഡിലെ ഓട്ടം ശരിയാവില്ല. അവിടെ ഒരു റിവാർഡ് വേണം, ഒരു പണിഷ്മെന്റ് വേണം. പോയാൽ ക്യാമറ പിടിക്കൂട്ടോ, ഇത്രയാ ഫൈന്. നല്ല നിലക്ക് ഓടിച്ചാൽ ചിലപ്പോൾ വല്ല പോലീസുകാരും ബാക്കിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവാർഡ് കിട്ടിയെന്ന് വരും. ഒരു 5,000 പ്രഖ്യാപിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരുന്നു. മര്യാദയ്ക്ക് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ സിഗ്നൽ ഇട്ടിട്ട് ചേഞ്ച് ചെയ്തേക്കണം. ഒരു സമ്മാനം കിട്ടാണ്ട് ഏതെങ്കിലും വല്ല സിവിൽ കാറിലൊക്കെ പോലീസ് ബാക്കിലുണ്ടെങ്കിൽ എനിക്കത് അടിക്കുമല്ലോ. ആ പ്രതീക്ഷയിൽ ഇവ മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറ ഒക്കെ അടുത്തും അവിടത്തൊക്കെ ഉള്ളതുകൊണ്ട് പേടിപ്പെടുത്തുന്ന സംഗതി ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത് രണ്ടേ ഫലിക്കുള്ളൂ. മറ്റേതൊക്കെ തിയറിയാണ്. ഇത് ഹ്യൂമൻ സൈക്കോളജി, മനുഷ്യന്റെ മനസ്സിങ്ങനെയാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഇൻദാർ ചെയ്യാൻ കാരണം, താക്കീത് ചെയ്യാൻ കാരണം. നരകത്തെ സംബന്ധിച്ച് 200 ആയത്തുകൾ ഖുർആൻ ചർച്ച ചെയ്ത് നരകമാണ്. നരകത്തിന്റെ ശിക്ഷകൾ മാത്രം വിവരിക്കാൻ 200 ആയത്തുകളുണ്ട് ഖുർആനിൽ. 200 ആയത്ത് നരകത്തിന്റെ കഠിന ശിക്ഷയെ സംബന്ധിച്ച് പറയാം. എന്ത്? ഇൻദാർ, താക്കീത് വേണം. പിന്നെ ആയിരക്കണക്കിന് ആയത്തുകൾ അല്ലാഹു തആല പ്രതിഫലം പറഞ്ഞതാണ്. റിവാർഡാണ് കൂടുതൽ ഖുർആനിൽ. പക്ഷെ ഇൻദാർ അതതിന്റെ ഭാഗമാണ്. താക്കീത് ചെയ്യണം. നമ്മൾ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക്, മുസ്ലിമീങ്ങളിൽ തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകൾക്ക് താക്കീത് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന്റെ താക്കീതിന് കേട്ടോ, പടച്ചതമ്പുരാൻ പൊരുത്തപ്പെടൂല, നീ നന്നാവണം, അങ്ങനെ ഒന്ന് ജീവിച്ചാ പോരാ. ജീവിതത്തിന് ലക്ഷ്യം വേണ്ടേ? റബ്ബിന് വേണ്ടി ജീവിക്ക്, അള്ളാഹുവിന് വേണ്ടി ജീവിക്ക്. മനസ്സമാധാനം അള്ളാഹുവാണ് തരുന്നത്. അതിന് കാരണം നീ അള്ളാഹുമായി ബന്ധിക്കണം. നിങ്ങൾ താക്കീത് ചെയ്യുന്നുണ്ടോ? ലിതുൻദിറ ഖൗമൻ, ഖുർആൻ നമ്മൾ ഓതുന്നുണ്ട്. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഷെയ്ഖ് ഹംസ യൂസുഫിന്റെ അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് ശ്രദ്ധിച്ചു. അദ്ദേഹം പറയാ, ഈ ഖുർആനിന്റെ ആശയങ്ങൾ നമ്മൾ ആർക്കും അങ്ങനെ ഒരു സൂറത്തിന്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റാറില്ല. നേരെ മറിച്ചൊരു ബൈബിൾ പഠിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട് ചോദിക്കുക, എന്താ ജനസിസ് പുസ്തകത്തിൽ കിടക്കുന്ന വിഷയം, എന്താണ് എക്സോഡസിന്റെ ഇതിവൃത്തം, എന്താണ് ജോൺ ചാപ്റ്റർ സോ ആൻഡ് സോ എന്തിനെ പറ്റി പറയുന്നു? അവരോട് പറയും ഉൽപ്പത്തിയെ കുറിച്ച്, ആദം നബിനെ ഹവ്വാബിനെ കഥ പറഞ്ഞുതരും, നൂഹ് നബിന്റെ കാലത്തെ ഫ്ലഡിനെ കുറിച്ച്, വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറഞ്ഞുതരും, പിന്നെ ബാബിലോണിയക്കാരുടെ ആ ഒരു ടവർ ഉണ്ടാക്കിയ കഥ പറഞ്ഞുതരും. ഇതൊക്കെ അവർ കഥ വായിച്ച് പറഞ്ഞൊരു ഒരു ചാപ്റ്റർ കൊടുത്താൽ നമ്മളോട് ചോദിക്കുക, അല്ല മുസ്ലിം ഖുർആൻ ഓതലുണ്ടോ? ഓതാറുണ്ട്. എത്ര ഖത്തം തീർത്തു? യാ അല്ലാഹ്, ഞാൻ 5-10 ഖത്തം റമദാൻ തീർത്തു. ഈ സൂറത്തുൽ ബഖറയിൽ പറയുന്ന വിഷയം എന്താ? ഈ സൂറത്തുൽ ബഖറയിൽ പറയുന്ന വിഷയം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരാൾ ചോദിച്ചത് എന്താണ് ഈ സൂറത്തുൽ ബഖറന്റെ കണ്ടന്റ്, അതിന്റെ ആശയം എന്താണ്?
നമ്മൾക്ക് എത്ര പേർക്ക് അറിയാം? ഒരാൾ ചോദിക്കുകയാണ്, ഒരു അമുസ്ലിം ചോദിക്കുകയാണ്, നിങ്ങൾ വലിയ ചാപ്റ്ററിലെ സൂറത്തുൽ ബഖറ എന്തായാലും പറയുന്ന വിഷയം എന്താണ്, എന്താണ് അതിന്റെ കണ്ടന്റ്, എന്താണ് അള്ളാഹു ആ സൂറത്ത് നമുക്കറിയില്ല. പിന്നെ എങ്ങനെ നമ്മൾ താക്കീത് ചെയ്യാം? ഖുർആന്റെ കണ്ടന്റ് നമുക്കറിയുന്നില്ല. അത് മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ്. നമ്മൾ ഖുർആൻ തഅബ്ബുദൻ, നമ്മൾ ഖുർആൻ ഓതുന്നവരാണ്, ഇബാദത്തായിട്ടും പ്രതിഫലം കിട്ടാൻ അള്ളാഹു തരും ചെയ്യും. പക്ഷെ തദബ്ബുറൻ, ഖുർആൻ ആഴത്തിൽ ചിന്തിക്കേണ്ടതാ. ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ലിയതദബ്ബറു ആയാതിഹി, തദബ്ബറ എന്ന പ്രയോഗം. തദബ്ബറ എന്ന് പറഞ്ഞാൽ അങ്ങേ പിൻ അറ്റം വരെ പോവുക എന്ന വാക്കിനർത്ഥം. ആഴത്തിൽ ചിന്തിക്കാൻ നമ്മൾ മലയാളത്തിൽ പറയും തദബ്ബറ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആൻ ആഴത്തിൽ ചിന്തിക്കുന്നില്ലേ? ഈ ആഴത്തിൽ ചിന്തിക്കുക എന്നുള്ള വാക്ക് എവിടെ നിന്ന് വന്നറിയാം? തദബ്ബറ. ഒരു വിഷയത്തിന്റെ ദുബുർ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ബാക്ക് വശത്തിന് പിന്നിനാണ് ദുബുർ എന്ന് പറയാ. ആ അറ്റം വരെ നിങ്ങൾ പോകുന്നുണ്ടോ? മേലങ്ങ അർത്ഥം വായിച്ചങ്ങ് പോയി. അല്ലല്ല, ഉള്ളിലേക്ക് നിങ്ങൾ ഇറങ്ങിയില്ലല്ലോ. അഫലായത്. ഇനി അത് മാത്രമല്ല, യതദബ്ബർ. തദബ്ബറ എന്ന് പറഞ്ഞാൽ തകല്ലുഫ് എന്ന ആശയം വരും. തദബ്ബറ തഫഅല, തഫഅല യതഫഅലു തഫഉലൻ ഫഹുവ മുതഫഇലുൻ. പറഞ്ഞ പ്രയാസപ്പെട്ട് ചെയ്യുന്നതിനാണ് തഫഅല എന്ന പ്രയോഗം. അത് പെട്ടെന്ന് നോക്കിയാലൊന്നും കിട്ടൂലേ. ഒന്ന് ക്ഷമിച്ച് ആഴത്തിൽ നിങ്ങൾ ഖുർആൻ പഠിച്ചു നോക്കിയോ? അല്ലാഹു ചോദി അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അള്ളാഹുവിന്റെ പ്രയോഗം ഇങ്ങനെ നോക്കി ഓടിച്ചു പോയാലൊന്നും കിട്ടൂലേ. ഓടിച്ചു പോയാലൊന്നും ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടില്ല. അങ്ങറ്റം വരെ പോണം. ആ പോകാൻ കുറച്ച് ക്ഷമ വേണ്ടി വരും, കുറച്ച് പ്രയാസം ഉണ്ടാവും കേട്ടോ. അതിനാണ് യതദബ്ബറ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. യഅഖിലൂൻ എന്ന് പറഞ്ഞ പോലെ അല്ലല്ല, യതദബ്ബർ. കുറച്ച് തകല്ലുഫ്, പ്രയാസം വരും. അങ്ങനെ നിങ്ങൾ ഖുർആൻ പഠിച്ചില്ലയോ? നിങ്ങൾ പഠിക്കുന്നില്ലേ? ആലോചിച്ച് നോക്കിയാൽ ഖുർആൻ തന്നെ പഠിക്കാൻ ജീവിതകാലം മുഴുവൻ വേണ്ടി വരും. പഠിച്ചവൻ ആയുസ് തീർന്നില്ലല്ലോ, പഠിച്ചവനെ പഠിച്ച് തീർന്നിട്ടില്ലല്ലോ റബ്ബെ, ഇപ്പം മരിപ്പിക്കല്ലേ എന്നൊക്കെ തോന്നിപ്പോകും നമുക്ക്. പഠിച്ച റബ്ബെ, ഇനിയിപ്പോൾ ഇത്രയല്ലേ പഠിച്ചു, ഇനി എത്രയാ പഠിക്കാനിരിക്കുന്നത് ഖുർആനിൽ. ഇതൊക്കെ അറിയുമ്പോഴേക്കും റബ്ബെ എത്ര വയസ്സ് ഞാൻ ജീവിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചിന്ത വരേണ്ടി വരും. ഖുർആൻ ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് തിങ് ഓൺ ദ ഫേസ് ഓഫ് എർത്ത്. ഏറ്റവും കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന ആശയങ്ങളുള്ളതാ അള്ളാഹുവിൻ്റെ കലാം. അതിൻ്റെ ദൗഖ്, അതിൻ്റെ ഒരു രുചി അള്ളാഹു നമ്മുടെ ഖൽബിലൊക്കെ തെരുമാറാകട്ടെ. എന്താ വേണ്ടെന്നറിയോ? ഇത്തഖുല്ലാഹ യുഅല്ലിമുക്കുമുല്ലാഹ്. അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചോളി, എന്നാ അള്ളാഹു പഠിപ്പിച്ചു തരും. ഇത്തഖുല്ലാഹ്. അറബി ഗ്രാമർ ഒക്കെ പഠിച്ചേക്കണം. അത് പഠിച്ചിട്ട് അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങി നടന്നാൽ പോരെ. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കിൻ. വയുഅല്ലിമുക്കുമുല്ലാഹ്. ഇൽമു അള്ളാഹു തരും. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കിൻ, എൻ്റെ കലാമിൻ്റെ ആശയം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരാം. അള്ളാഹു നമുക്ക് തഖ്വ നൽകുമാറാകട്ടെ. لتنذر قوما ما أنذر آباؤهم فهم غافلون. അശ്രദ്ധയിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവർക്ക് നിങ്ങൾ താക്കീത് ചെയ്തു കൊടുക്കുന്നില്ലേ? ആ താക്കീത് ചെയ്യാനായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അശ്രദ്ധയിൽ ജീവിക്കുന്നവര് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, മലയാളികളായ മുസ്ലിമീങ്ങളായ ആളുകൾ. എന്താ നാട്ടിലൊക്കെ ഉള്ള വലിയ വലിയ ബുദ്ധിജീവികളും വലിയ വലിയ സ്റ്റാറുകളും ഒക്കെ ബഹുദൈവ ആരാധകരും ബഹുദൈവ വിശ്വാസികളും, കുറെ അന്ധവിശ്വാസം, ഓരോരുത്തർക്കും ഓരോ ദൈവ. ഞാൻ മറ്റേ ആ ക്ഷേത്രത്തിലെ ദേവിയ നമ്മളാള്, ഇവിടുത്തെ ദേവനാ എൻ്റെ ആള്. അള്ളാ, അതൊക്കെ വലിയ ബുദ്ധി ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരുടെ വർത്തമാനങ്ങളാ നമ്മുടെ നാട്ടിലെ ചിന്തകന്മാരെന്ന് പറയുന്നവർ, വലിയ വലിയ സ്റ്റാറുകൾ. ഇവരൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ അന്ധവിശ്വാസങ്ങളുടേത്. ഒന്ന് ചിന്തിപ്പിക്കാൻ ഒരു ഇടപെടൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് മീഡിയ, സോഷ്യൽ മീഡിയ സൗകര്യങ്ങളൊക്കെ നമുക്കില്ലേ? ഒരു മുഖം ഒരാളെ കാണാതെ തന്നെ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് റിപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്ന് ദഅവത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കൂടെ റൂമിൽ ജീവിക്കുന്ന എത്രയോ ഹിന്ദുക്കൾ അല്ലേ, നമ്മൾ അവരൊപ്പം കൂടി